നീ ഉണ്ടല്ലോ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ കിടന്ന നക്ഷത്രം വേണം നക്ഷത്രമാണ്. നിന്റെ ആങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ ആങ്ങളുടെ വീട്ടിൽ പോയി സ്നേഹിച്ചാൽ മതി. എന്റെ പവരത്ത് എന്റെ കൂടെ നിന്നിട്ട് നീ അങ്ങനെ ഉണ്ടാക്കണ്ട കേട്ടാടി. ഞാൻ പോയി തരാം. പോവി ഞാൻ വെള്ളരിക്കപ്പടന്ന് ജനിച്ചവനാണോ? നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചത്? എനിക്ക് ആളും പേരും ഇല്ലെന്നോ? ഞാൻ അനാഥനാണെന്നോ? ഞാൻ പോകുന്നു, എന്റെ വീട്ടിൽ പോകുന്നു. ഞാൻ നിൽക്കുന്നില്ല. അവള് അഹങ്കാരം കൊണ്ട് കൈയും കാലം വെച്ചവള് നിൽക്കുന്നവള്. ക്ഷമിക്കല്ലേ? ഇല്ല ഞാൻ അങ്ങനെ പറയല്ലേ തമ്പിയണ്ണ. ഞാനൊരു കാര്യം പറയട്ടെ, തമ്പിയണ്ണ ബുദ്ധിയുള്ളവനാണ്, കലാകാരനാണ്, ആളുകൾ സ്നേഹിക്കുന്ന ഒരാളാണ്. ഈ നാട് മുഴുവൻ ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു വലിയ നാടകക്കാരനാണ്. അതെ, സമൂഹത്തിൽ ഇത്രയും വിലയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യരുത്. നാളെ നിങ്ങളെ കണ്ടല്ലേ മറ്റുള്ളവർ പഠിക്കുന്നത്. ക്ലീറ്റോ പോലും ഇടയ്ക്കിടയ്ക്ക് തമ്പിയണ്ണനെ കണ്ടാ പഠിക്കണേ. അങ്ങനെ ഇറങ്ങിപ്പോവല്ലേ, നമുക്ക് വിഷമല്ലേ. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. അതെ, അയൽവക്കത്ത് കിടക്കണം നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ട നമുക്ക് എനിക്ക് മനസ്സിലാവും തമ്മിയുടെ വിഷമം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണി കുത്തല്ലേ. സുലിച്ചേച്ചി വിളിക്കുന്നു. തങ്കത്തിന് എന്തിന്റെ കേടായിരുന്നു? ഞാൻ അവിടെ മനസമാധാനമായിട്ട് ഇരിക്കൂലായിരുന്ന. ഞാൻ തമ്പിയണ്ണൻ അങ്ങോട്ട് പറഞ്ഞു വേണ്ടായിരുന്നു. അങ്ങേരെ എവിടെ പോകാൻ വേണ്ടി പോയതാ. ഞാൻ വിചാരിച്ചു സ്വസ്ഥമായിട്ട് 2 ദിവസം ഇരിക്കാന്ന്. നേരം വെളുത്തപ്പ തൊട്ട് തുടങ്ങിയ ബഹളമാണ്. അയ്യോ ചേച്ചിക്ക് ഒരു സന്തോഷാവുമല്ലോ, കൂട്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സന്തോഷമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് പറഞ്ഞു വിടട്ടെ. ഇനി നല്ല സ്വഭാവം. ഇനിയിപ്പൊ എങ്ങോട്ട് പോയിട്ടുണ്ടോ പറഞ്ഞത്? ചേച്ചിയല്ലേ പിടിച്ചു നിർത്തിയത്? പിന്നല്ലേ ചേച്ചിയല്ലേ തമ്പിച്ചേന്റെ ബാഗൊക്കെ പിടിച്ച് താഴെ വെച്ചത്? അത് പോലെ എന്ന് പറഞ്ഞത് ചേച്ചിയാ. അത് കുഴപ്പമില്ല, വഴക്കല്ലേ, 2 ദിവസം കഴിയുമ്പോ മാറിക്കോളുമായിരിക്കും. ഞാനല്ലേ അനുഭവിക്കണം, നിങ്ങൾക്ക് എന്തോന്നറിയാം. ഞങ്ങളൊരു ഉപകാരം ആയിക്കോട്ടെ എന്നോർത്ത് ചെയ്തതാ. ഇത് വല്ലാത്ത ഉപകാരമായി. അതിങ്ങനെ ആവുമെന്ന് ഞങ്ങള് കരുതിയാ. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെയൊക്കെ തെന്നും. പിന്നെ അതെ, ഇപ്പം എന്താണെങ്കിലും ഇനി തമ്പിയണ്ണനൊരു പ്രശ്നം ഉണ്ടാക്കൂല. കാരണമുണ്ട്. ഞങ്ങൾ അതുപോലെയാണ് തമ്പിയണ്ണനെ പറഞ്ഞു ധരിപ്പിച്ചേക്കണേ. അല്ലേടി? അത് ശരിയാ, നല്ലോണം പൊക്കിയിട്ടുണ്ട്. എന്തൊക്കെ നുണയാ ഞങ്ങൾ പറഞ്ഞെന്നറിയാവോ? തമ്പിയണ്ണൻ ഭയങ്കര സംഭവമാണ്, കലാകാരനാണ്, ബുദ്ധിയുള്ളവനാണ്. അപ്പത്തേനും ഇങ്ങനെ പൊങ്ങി പോണ കാണാം. അപ്പൊ അവസാനം ഞാൻ ഇതും കൂടി പറഞ്ഞു, ക്ലീറ്റോ വരെ തമ്പിയണ്ണനെ നോക്കി പഠിക്കണമെന്നാണ് ഇടയ്ക്കിടയ്ക്ക് പറയാറെന്ന് പറഞ്ഞപ്പോഴില്ലേ കഴിഞ്ഞു. ബാഗും കെടുത്തി അല്ലാതെ സുലിച്ചേച്ചിയോട് ഇഷ്ടം കൂട്ടിട്ടൊന്നും ഓടി വന്നേന്നുമില്ല. ഞങ്ങൾ ഇത്രയും തള്ളിക്കയറ്റി വെച്ചത് കൊണ്ട് ഓടി വന്നതാ. ഒറ്റ ഓട്ടത്തിന് അവിടെ എത്തിയത്. നീയൊക്കെ കൂടി എന്നെ പറ്റിക്കുവായിരുന്നല്ലേ, വഞ്ചിക്കുവായിരുന്നല്ലേ? അയ്യോ അല്ല, തമ്പിയണ്ണനല്ലോ, കുമ്പിയണ്ണൻ. അല്ല നിങ്ങൾ എന്താ പറഞ്ഞത്? ക്ലീറ്റോ എന്നെ കണ്ട പഠിക്കുന്നതെന്ന്. അതെ തമ്പിയണ്ണ, പഠിക്കുവല്ലേ, എന്നെ കണ്ട് പഠിക്കുക കേട്ടോ. ഒരുത്തി ഇവിടുന്ന് പറഞ്ഞു വിടും, 2 പിടിച്ചു നിർത്തും. ആരെങ്കിലും പോയ പോകല്ലേ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞു നുണയും കൊതയും പറഞ്ഞിരിക്കുന്ന നടക്കണിങ്ങോട്ടോ. സുരിച്ചേച്ചി അങ്ങനെ നുണയും കൊതയും പറഞ്ഞല്ല. നല്ലത് മാത്രമേ പറഞ്ഞു. അക്ഷരം പറയണ്ട, എനിക്ക് മനസ്സിലായി. പെണ്ണുങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഇറങ്ങടി. സുരിച്ചേച്ചിക്ക് പ്രാണനാ. പ്രാണിയാ. ഒന്നും ചെയ്യല്ലേ.